ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിരിക്കുന്നത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നേന്ത്രപ്പഴവും മുട്ടയും ഉണ്ടെങ്കിൽ 5 മിനിറ്റിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയുമാണ്. അപ്പം നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 വലിയ ഏത്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്, ഒരു മുട്ടയും എടുത്തിട്ടുണ്ട്. പക്ഷെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഹെൽത്തി ആയിരിക്കും. ആദ്യം നമുക്ക് നേന്ത്രപ്പഴം ഒന്ന് അരിഞ്ഞെടുക്കണം. തോല് കളഞ്ഞതിന് ശേഷം ഇതുപോലെ 4ആയിട്ട് മുറിച്ചതിന് ശേഷം അരിഞ്ഞെടുക്കാം. അധികം വലിപ്പമുള്ള കഷ്ണം ആയി പോകരുത്, അധികം നൈസായിട്ട് അരിഞ്ഞെടുക്കരുത്. ഇതേ കനത്തിൽ അരിഞ്ഞെടുക്കുക. അപ്പോൾ 2 അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഒരു മീഡിയം സൈസ് മുട്ട ബൗളിലോട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇത് മാറ്റി വയ്ക്കാം. ഇനി ചുവടുകട്ടിയുള്ളൊരു പാൻ എടുക്കുക. ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് ഒന്ന് ചൂടായിട്ട് വരണം. നെയ്യ് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഉണക്കമുന്തിരിയും 2 ടേബിൾ സ്പൂൺ അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പിൻ്റെയും ഉണക്കമുന്തിരിയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം കേട്ടോ. കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം. ഇനി ഇതിലോട്ട് ഞാൻ 3 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള അവൽ ചേർത്ത് കൊടുക്കുകയാണ്. ബ്രൗൺ അവലായാലും കുഴപ്പമൊന്നുമില്ല. കട്ടിയുള്ള അവൽ തന്നെ ചേർക്കണം, നൈസായിട്ടുള്ള അവൽ ചേർക്കരുത്. ലാസ്റ്റ് നമ്മളിത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഈ അവൽ ഒന്ന് ക്രിസ്പി ആയിട്ട് കിടക്കും. അപ്പോൾ കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ചേർത്ത് കൊടുക്കുക. മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണൊക്കെ ചേർക്കുമ്പോൾ നല്ല മധുരം കാണും. അധികം മധുരം വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. പിന്നെ പഴത്തിന് നല്ല മധുരം ഉണ്ടെങ്കിലും പഞ്ചസാര കുറച്ച് ചേർത്താൽ മതി. കലക്കി വെച്ചിരിക്കുന്ന മുട്ട കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തീ ഇപ്പം മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി മുട്ടയും പഴമൊക്കെ ഒന്ന് വെന്ത് വരണം. ഏകദേശം ഒരു 5 മിനിറ്റ് എടുക്കും. പഴം വെന്ത് വരുമ്പോൾ നമുക്കറിയാമല്ലോ, കളറൊക്കെ ചേഞ്ച് ആയിട്ട് നല്ല മഞ്ഞ കളറായിട്ട് വരും. മുട്ട നല്ല ഡ്രൈ ആയിട്ട് വരികയും ചെയ്യും. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് വെന്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് 1 പിടി തേങ്ങ കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യാം. ഇതൊന്ന് തണുത്ത് വരുമ്പോഴേക്ക് കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് വരും കേട്ടോ. അപ്പം നല്ല രുചികരമായിട്ടുള്ള പഴം ഉലർത്തിയത് തയ്യാറായിട്ടുണ്ട്. 4 മണിക്ക് ചായയോടൊപ്പമൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമാവും. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. കൂടുതൽ റെസിപ്പീസിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.